إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ശ്രദ്ധേയമാണ്. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് ഒരടിമക്ക് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ള വിഷയം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരു സാധാരണക്കാരന് അവൻ്റെ കഴിവിനാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവൻക്ക് വിജയമുണ്ടാകും എന്നിങ്ങനെ അറിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടതാണ്, നന്മയുടെ ബാബുകൾ, നന്മയുടെ വാതിലുകൾ അത് അടഞ്ഞതല്ല, മറിച്ച് സഹോദരങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തുറന്നിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും അവൻക്ക് സാധിക്കുന്ന കാര്യങ്ങളിലൂടെ നന്മകൾ സ്വീകരിക്കാനും അത് ചെയ്യാനും അതിൽ മുന്നേറാനും സാധിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഹദീസ്? കുല്ലു മഅറൂഫിൻ സദഖ, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും ധർമ്മമാണ്, സദഖയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസ് ഖാഇദത്തുൻ ജാമിഅത്തുൻ നാഫിഅത്തുൻ ഫി അബ്വാബിസ് സദഖാത്ത്, ധർമ്മങ്ങളുടെ ബാബിൽ, സദഖയുടെ ബാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഉപകാരങ്ങൾ നൽകുന്ന ഒരു അടിസ്ഥാന തത്വമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ജനങ്ങൾക്ക് സംഭാവന ചെയ്യുക, ആവശ്യക്കാരന് നൽകുക എന്നുള്ളത് മാത്രമല്ല, സദഖ എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും ശ്രദ്ധേയമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചില സ്വഹാബാക്കൾ പരാതി പറയാൻ, ചില സ്വഹാബാക്കൾ മാന്യമായിക്കൊണ്ട് പരാതി പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില നന്മകൾ ചോദിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവരുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. അവരുടെ ഫضൽ, അവരുടെ ശ്രേഷ്ഠത ദീനുൽ ഇസ്ലാമിൽ എത്ര ഉയർന്നതാണ് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസ്.
നമുക്ക് കാണാം, അവർ വരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലെ ദരിദ്രർ, സമ്പത്ത് അധികമില്ലാത്തവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ, സമ്പത്തുള്ള ആളുകൾ പ്രതിഫലം കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ റസൂലെ. സുബ്ഹാനല്ലാഹ്, സമ്പത്തുള്ള ആളുകൾ പ്രതിഫലങ്ങൾ കോരിയെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്നാണ് പറഞ്ഞത്. അവിടെ അവസ്ഥ എന്താണ്? അവിടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? അവർ പറഞ്ഞത് നന്മയിൽ അവർ മുന്നേറുന്നു. ഞങ്ങളുടെ അടുക്കൽ സമ്പത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതുപോലെ അവരുടെ പോലെ ആകാൻ സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കാണാം, യുസല്ലൂന കമാ നുസല്ലി, എന്താണ് അവർ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, എന്ന് മാത്രമല്ല അവരുടെ സമ്പത്തിൽ ബാക്കിയുള്ളതിനെ കൊണ്ട് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു. അതാണ് അവരുടെ പരാതി. എനിക്ക് ദുനിയാവിൽ ഇന്നത് ലഭിക്കണം റസൂലെ എന്ന് പറഞ്ഞിട്ടല്ല വന്നത്, മറിച്ച് അവർക്ക് നന്മയിൽ മുന്നേറാൻ സാധിക്കുന്നു, ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നുകൊണ്ട് അവർ പരാതി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്ന രംഗം ശ്രദ്ധേയമാണ്. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്? അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യുന്നത് മാത്രമാണോ സദഖയാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കാൻ, അത്ഭുതത്തോടു കൂടി അവരോട് ചോദിക്കാൻ. എന്ത് പറഞ്ഞു? ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, തീർച്ചയായിട്ടും എല്ലാ തസ്ബീഹത്തും സദഖയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സദഖയാകുന്നു. വീണ്ടും പറഞ്ഞു, വകുല്ലു തക്ബീറത്തിൻ സദഖ, വകുല്ലി തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബർ എന്നൊരു അടിമനാവ് കൊണ്ട് പറയലും സദഖയാകുന്നു. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ അൽഹംദുലില്ലാഹ് എന്ന് പറയലും സദഖയാകുന്നു. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, വകുല്ലി തഹ്ലീലത്തിൻ സദഖ, അവിടുന്ന് പറഞ്ഞു എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാകുന്നു. നിർത്തിയില്ല. വഅംറും ബിൽ മഅറൂഫി സദഖ, നന്മ കൽപ്പിക്കൽ, നന്മ കൽപ്പിക്കൽ, തന്റെ കുട്ടിയോട് നന്മ കൽപ്പിക്കൽ. മോനെ, എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയൂ, ആ ദുആ നീ പറയൂ. ഉറങ്ങുന്നതിന് മുമ്പ് നീ ഈ ദുആ പറയൂ. നീ അള്ളാഹുവിനെ സ്തുതിക്ക്, ഭക്ഷണം കഴിച്ചാൽ നീ സ്തുതിക്ക്. നന്മ കൽപ്പിക്കൽ, നിസ്കരിക്കും മോനെ. അതെന്താണ്? സദഖയായിട്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുപോലെ തന്നെ വനഹിയുൻ അൻ മുൻകരി സദഖ, ഒരു തിന്മയെ തൊട്ട് തടയൽ, ഒരു തിന്മയെ തൊട്ട് തടയൽ. ഒരാളൊരു തിന്മ ചെയ്യാണ്, കളവ് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു, അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണുകയാണ്, അവിടെ തൊട്ട് വിരോധിക്കൽ. സഹോദരൻ, ഇത് ചെയ്യാൻ പാടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപത്തിൽ പെടുത്തിയതാണ്. പണ്ഡിതന്മാർ വൻപാപത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അത് വിട്ടു നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ സദഖയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിർത്തിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, വഫീ ബുൽഇ അഹദികും സദഖ, നിങ്ങളുടെ വികാരം ഹലാലായ മാർഗത്തിൽ നിങ്ങളുടെ ഭാര്യമാരുടെ മേലിൽ നിങ്ങൾ ചിലവഴിക്കുന്നത്, ഉപയോഗിക്കുന്നത് സദഖയാകുന്നു. യാ സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. അപ്പോൾ സഹാബത്ത് റളിയല്ലാഹു തആല അൻഹു അവരുടെ നിഷ്കളങ്കത നമുക്ക് കാണാൻ സാധിക്കും. അവർ തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയഅതി അഹദുനാ ശഹ്വതഹു വയകൂന ലഹു ഫീഹാ അജ്ർ. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ വികാരം കൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരുടെ അടുക്കിലേക്ക് പോവുകയും അത് അവരുടെ മേൽ ഉപയോഗിക്കുകയും ചെയ്താൽ അതിനും പ്രതിഫലമോ, അതും സദഖയാണോ? അത്ഭുതത്തോടു കൂടി അവർ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായി കൊണ്ട് മറുപടി പറയുന്നതായി കാണാം. അറഅയ്തും ലൗ വദഅഹാ ഫീ ഹറാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു വികാരം നിങ്ങൾ ഹറാമിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചാൽ, ഹറാമിൽ ഉപയോഗിച്ചാൽ, വൃത്തികേടുകൾ കണ്ടും വൃത്തികേടുകൾക്ക് നടന്നും, വ്യഭിചാരത്തിലേക്ക് അടുത്തും വ്യഭിചരിച്ചും നഊദു ബില്ലാഹ്, അത് ഉപയോഗിച്ചാൽ അകാന അലൈഹാ ഫീഹാ വിസ്റുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പാപഭാരം ഉണ്ടായിരിക്കുകയില്ലേ, അത് തിന്മയായി എഴുതപ്പെടുകയില്ലേ എന്ന് ചോദിച്ചു. ഫകദാലിക ഇദാ വലഅഹാ ഫിൽ ഹലാൽ കാന ലഹു അജ്റുൻ, അപ്രകാരം തന്നെ അവൻ അത് ഹലാലിൽ ഉപയോഗിച്ചാൽ അവൻക്ക് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടതാണ്.
അതിലേക്ക് മുന്നേറൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതി വൽ അർദ്. വസാരിഉ, നിങ്ങൾ മുന്നേറൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, വജന്നത്തിൻ, അവന്റെ സ്വർഗത്തിലേക്ക്, അർദുഹസ് സമാവാതി വൽ അർദ്, അതിന്റെ വിശാലത ആകാശഭൂമിയേക്കാൾ വലുതായിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുന്നേറൂ. ഇതുപോലുള്ള ആയത്തുകൾ വസാബിഖൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, എത്രയേറെ നന്മകൾ ഉണ്ടായിട്ടും ചിന്തിച്ചു നോക്കൂ, എന്താ നമ്മൾ ചെയ്തു പോയത്? 30 വയസ്സ് കഴിഞ്ഞു, 40കളിലേക്ക് കടന്നു, പല ആളുകളും 50കളിലാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മൾ പരലോകത്തിന് വേണ്ടി നേടിയെടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷ കാലഘട്ടമാണ് മദീനയിലും മക്കയിലുമായിക്കൊണ്ട് പ്രവാചകനായിട്ട് ജീവിച്ചത്. ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവിടുന്ന് എത്ര പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചു. എന്നാൽ നമുക്കൊരു ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, ഒരു സുന്നത്ത് അമലാക്കിയതിന്റെ പേരിൽ പല ആളുകളും കുത്തുവാക്കുകൾ പറയുമ്പോഴേക്കും അതിൽ പ്രയാസാണ്, അതിനെ സ്വീകരിക്കൂല. അങ്ങനെയാണോ ഒരു മുസ്ലിം വേണ്ടത് സഹോദരങ്ങളെ? മറിച്ച് നന്മയിൽ മുന്നേറുകയല്ലേ ഒരടിമയുടെ ലക്ഷ്യം എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് മാത്രല്ല ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന്റെ ജോലിയാണ് അവന്റെ ജോലിയാണ് നന്മകളിൽ മുന്നേറുക എന്നുള്ളത്. അവന്റെ ജോലിയാണ്. നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ജോലിക്ക്, ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പോകുന്നു, ചില ആളുകൾ ഓഫീസുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സഹോദരൻ, നമ്മുടെ ലക്ഷ്യമാണ് നന്മയിൽ മുന്നേറുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അലാ കുല്ലി സലാമ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ഓരോ സന്ധികൾക്കും സദഖയുണ്ട്, ദാനമുണ്ട്. ഓരോ സന്ധികൾക്കും ദാനമുണ്ട്. ഓരോ സന്ധികൾ ശരീരത്തിന്റെ എല്ലുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്ധികൾക്ക് സ്വതക്കയുണ്ട് എന്ന് പറയാൻ. എന്നിട്ട് പറഞ്ഞു ഫകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, എല്ലാ തസ്ബീഹത്തും, എല്ലാ സുബ്ഹാനല്ലാഹും സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, എല്ലാ അൽഹംദുലില്ലാഹും സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക, എല്ലാ അല്ലാഹു അക്ബറും സ്വതക്കയാണ്. വഅംറും ബിൽ മഅറൂഫി സ്വതക്ക, നന്മ കൽപ്പിക്കുന്നതും സ്വതക്കയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സ്വതക്ക, തിന്മ വിരോധിക്കുന്നതും സ്വതക്കയാണ്. വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ദുഹാ, ഇതിനെല്ലാം പകരമാകുന്നതാണ് ഒരടിമ ദുഹാ സമയത്ത് 2 റക്അത്ത് ദുഹ നിസ്കരിക്കുന്നത്. സഹോദരങ്ങളെ, ശീലമാക്കിയിട്ടില്ലേ? പരലോകത്തിന് വേണ്ടി ശീലമാക്കൂ, സൽക്കർമ്മങ്ങളിൽ ശീലമാക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ കല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്? കുറച്ചാണെങ്കിലോ സ്ഥിരാക്കുന്നതാ. 2 റക്അത്ത് ദുഹ, 3 റക്അത്ത് വിത്ർ. സഹോദരനെ, കുറച്ചാണോ? സ്ഥിരമാക്കൂ, അള്ളാഹുവിലേക്ക് അടുക്കൂ. അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം ഒരു ദിവസത്തിൽ നിങ്ങൾ പറയൂ. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകൾക്ക് പുറത്തായിക്കൊണ്ട് അതിന് പുറമെ നിങ്ങൾ ഉപയോഗിക്കൂ സഹോദരങ്ങളെ. ഇങ്ങനെ ഓരോ ദിവസവും നന്മകൾ, ഞാൻ ഇത്ര നന്മകൾ ചെയ്യും. ചില സ്വഹാബത്തിൽ നിന്ന് വന്നതായും കാണാൻ സാധിക്കും. അവർ ആയിരക്കണക്കിന് സുബ്ഹാനല്ലാഹ് ഒരു ദിവസത്തിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. 12,000, 10,000, 10,000 അതിന് മുകളിലും അവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഒഴിവ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഹറാമുകളിൽ മുഴുകും, നഊദു ബില്ലാഹ്. അതല്ലെങ്കിൽ മറ്റു മുബാഹാത്തുകളിൽ മുഴുകിക്കൊണ്ട് നന്മകൾക്ക് പകരം വെറും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറച്ചുകൊണ്ട് മുഴുകുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി നൽകിയിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മാത്രം നിർത്തിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, നമുക്ക് കാണാം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ, അതും അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അദ്ദേഹം തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരനോട് നീ പുഞ്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നീ പുഞ്ചിരിക്കുന്നത് അത് നിനക്ക് സദഖയാണ്, നന്മയാണ്.
പുഞ്ചിരിക്കുന്നത് അത് നന്മയാണ് എന്നും വീണ്ടും പറഞ്ഞു വഅംറുക ബിൽ മഅറൂഫ് വനഹ്യുക അനിൽ മുൻകരി സദഖ. മുമ്പ് പറഞ്ഞ അതേ കാര്യം, നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സദഖയാണ്. വബസറുക ലിർറജുലി റദീഇൽ ബസരി ലക സദഖ. കണ്ണ് കാണാത്തൊരു മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്നത്, അവനെ പിടിച്ചുകൊണ്ട് അവൻക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത് സദഖയാണ്. വഇമാതതുകൽ ഹജർ വശൗകത വൽ അൽമാനി ത്വരീഖി ലക സദഖ. വഴിയിൽ നിന്നും ഒരു കല്ലോ ഒരു മുള്ളോ ഒരു എല്ലോ എന്തെങ്കിലും ആളുകൾക്ക് നടന്നു പോകാൻ പ്രയാസമാകുന്ന കാര്യങ്ങൾ നീക്കുന്നത് സദഖയാണ്. വഇഫ്റാഉക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. നിന്റെ സഹോദരന് നിന്റെ ബക്കറ്റിൽ നിന്നും നിന്റെ പാത്രത്തിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാത്രത്തിൽ എത്ര വെള്ളമാണ് കൊള്ളുക? എത്ര വെള്ളം അതിൽ ഉൾക്കൊള്ളും സഹോദരങ്ങളെ? വളരെ കുറച്ചല്ലേ? അത് ഒഴിച്ചു കൊടുക്കുന്നത് വരെ നിനക്ക് സദഖയാണ്. അതിന് പകരം ഒരു കിണർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖയാക്കിയാലോ സഹോദരങ്ങൾ എത്ര വലുതായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് എല്ലാം പ്രതിഫലമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് കണ്ടറിയുന്നില്ല എന്ന് മാത്രമാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തി രക്ഷിക്കുമാറാവട്ടെ. ഖൈറുകൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദ ശാകിരീൻ വഅസ്നാ അലൈഹി സനാ അദ്ദാകിരീൻ അഹ്മദുഹു ബിമഹാമിദിഹി അല്ലതി ഹുവ ലഹാ അഹ്ലു വഅസ്നാ അലൈഹിൽ ഖൈറ കുല്ലഹു لا أحصي ثناء عليه هو كما أثنى على نفسه وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറുക. നന്മകൾ ഒരുപാടുണ്ട്. അതിൽ മുന്നേറുക എന്നുള്ളതിനെ കുറിച്ച് അറിയിക്കുന്ന ഹദീസുകളെ കുറിച്ചാണ് നാം ഓർമ്മപ്പെടുത്തിയത്, പരസ്പരം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ ഒരുപാടുണ്ട്. ചില ആളുകൾക്ക് സങ്കടം വരുന്ന കാര്യമാണ് എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള സമ്പത്തില്ല എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള സമ്പത്തില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത എന്നോളം ചില വാക്കുകൾ അവിടുന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നസായി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, സബക ദിർഹമു മിഅത അൽഫ്. ഒരു ദിർഹം 1,00,000 ദിർഹത്തിനേക്കാൾ മുൻകടന്നിരിക്കുന്നു. ഒരു ദിർഹം 1,00,000 ദിർഹമിനേക്കാൾ മുൻകടന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തതാണ്. ഖാലു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, വകൈഫ്, എപ്രകാരമാണ് അള്ളാഹുവിന്റെ റസൂൽ അത് എങ്ങനെ സാധിക്കുന്നതാണ്? 1,00,000 ദിർഹം ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു, മറ്റൊരാൾ 1 ദിർഹം ചിലവഴിച്ചു. രണ്ടാളുടെ നീയത്ത് സമമാണ്. അള്ളാഹുവിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതെങ്ങനെയാണ് സാധിക്കുക അള്ളാഹുവിന്റെ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാന ലിറജുലിൻ ദിർഹമാൻ. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അടുക്കൽ 2 ദിർഹമേ ഉള്ളൂ. തസദ്ദഖ ബിഅഹദിഹിമാ. അദ്ദേഹം അതിൽ നിന്നും 1 അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു. 1 ദിർഹം. 2 എണ്ണമുള്ളതിൽ 1 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു. അതുപോലെ തന്നെ വൻതലഖ റജുലുൻ ഇലാ ഉർദി മാലിഹി ഫഅഖദ മിൻഹു 100,000 തസദ്ദഖ ബിഹാ. മറ്റൊരു മനുഷ്യൻ തന്റെ വലിയ സമ്പത്തിൽ നിന്നും, കുംഭാരമാക്കി വെച്ച സമ്പത്തിൽ നിന്നും 1,00,000 ദിർഹം എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു. എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്ന സഹോദരങ്ങൾ? ആദ്യം ചിലവഴിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്തിന്റെ പകുതി ഭാഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു. മറ്റേ മനുഷ്യന്റെ അടുക്കൽ അവന്റെ സമ്പത്തിന്റെ 10-1 അല്ലെങ്കിൽ 5-1 അല്ലെങ്കിൽ 100-1 ഭാഗമോ ആയിരിക്കാം ഈ മനുഷ്യൻ ചിലവഴിച്ചത്. സമ്പത്തിന്റെ പകുതിയാണ്. സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അടുക്കൽ 2,000 രൂപയുള്ളെങ്കിൽ 1000 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ നമ്മുടെ സമ്പത്തിന്റെ പകുതി ചിലവഴിച്ചതിന്റെ പ്രതിഫലം. സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാർഗം ഇതിലെങ്കിലും നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ, ഒരുപാട് ഹദീസുകളിൽ അവിടുന്ന് സമ്പത്തിന്റെ പകുതി ചിലവഴിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മുൻകടക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു പോയി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള സൈന്യം റെഡിയാക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി നൽകിയിട്ടുണ്ട്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ചെലവഴിക്കല്ല സമ്പത്തുള്ള ആളുകൾക്കല്ലേ ബാധകമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ഒരു 50 രൂപ കൊടുക്കുക എന്നല്ല, അതൊക്കെ പൈസ ഉള്ള ആളുകൾക്കല്ലേ, നമുക്കത് ബാധകമാണ് എന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലുമല്ല. നമ്മുടെ ആവശ്യമാണ് സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യമാണ് പരലോകത്ത് രക്ഷപ്പെടുക, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, നല്ല മരണം ഉണ്ടാവുക, നല്ല ആഖിബത്തുൽ ഒരു മുഅ്മിന്റെ നല്ല പര്യവസാനം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യമാണ്. നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് അതിന്റെ കാരണമായി കൊണ്ട് ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്നതുമാണ്. അതുകൊണ്ട് അതിൽ മുന്നേറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അബീ കബ്ശത്തുൽ അൻമാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമദ് ദുനിയ ലിഅർബഅതി നഫർ, ദുനിയാവ് 4 ആളുകൾക്കുള്ളതാണ്. ദുനിയാവിൽ എല്ലാവരും ഈ 4 കൂട്ടരിൽ ഉൾപ്പെടുന്നവരാണ്. ഒന്നാമത്തെ ആളുടെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പത്ത് നൽകി, ദീനിൽ അറിവ് നൽകി. ഒന്നാമത്തെ ആള് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി, ദീനിൽ അറിവ് നൽകി. അദ്ദേഹം ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു. അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കുന്നു, അതുപോലെ നന്മകളിൽ മുന്നേറുന്നു. അദ്ദേഹത്തിന് വലിയ പ്രതിഫലമുണ്ട്, ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ ആളെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നൽകി, ദീനിൽ അറിവുണ്ട്, പക്ഷേ സമ്പത്ത് നൽകിയില്ല എന്നുള്ളതാണ്. ഇൽമുണ്ട്, പക്ഷെ സമ്പത്ത് നൽകിയില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അടുക്കൽ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ സമ്പത്തും ഇൽമും നൽകപ്പെട്ട ആ മനുഷ്യനെ പോലെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അതുപോലെ അദ്ദേഹത്തിന് അതിൽ സിദ്ഖോടുകൂടിയുള്ള സത്യസന്ധതയോടുകൂടിയുള്ള നീയത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടാക്കും പ്രതിഫലം ഒന്നാണ്. അവൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവർക്ക് നീയത്തുണ്ട്, കൊടുക്കുമായിരുന്നു എന്നുള്ള നീയത്തുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹു നമ്മളുള്ള ആ ബന്ധമാണ് ആ നീയത്ത്. അള്ളാഹുവിനെ കൃത്യമായിക്കൊണ്ട് ആ നീയത്തിനെ കുറിച്ച് അറിയുന്നവനാണ്. അങ്ങനെയാണ് അവൻക്ക് ആ പ്രതിഫലം ഉണ്ട് എന്നാ പറഞ്ഞത്. മൂന്നാമത്തെ കൂട്ടർ എന്താണ്? നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് യഥേഷ്ടം നൽകി, പക്ഷെ ഇൽമ് ലഭിച്ചില്ല, മനുഷ്യൻ പഠിച്ചില്ല, ദുനിയാവിന്റെ പിന്നാലായി പോയി, ദീനിന് വേണ്ടി പഠിച്ചില്ല. ആ മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ തിന്മകളിൽ അവന്റെ സമ്പത്ത് ചിലവഴിക്കുകയാണ്. ഹറാമുകളിലേക്ക്, തിന്മകളിൽ അവന്റെ സമ്പത്ത് ചിലവഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ട്. അള്ളാഹുന് നൽകേണ്ട ബാധ്യത അവൻക്ക് അറിയില്ല, കുടുംബത്തിന് നൽകേണ്ട ബാധ്യത അവൻക്ക് അറിയുകയില്ല, അവനത് ചെയ്യുന്നുമില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഇൽമില്ല, പ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ അവൻക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ കൂട്ടർ അവർക്ക് ഇൽമും ലഭിച്ചില്ല, സമ്പത്തും ലഭിച്ചില്ല, പക്ഷെ അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ, സമ്പത്ത് മാത്രം ലഭിച്ച ആ മനുഷ്യൻ, മുമ്പ് പറഞ്ഞ ആ മനുഷ്യനെ പോലെ തിന്മകളിൽ ഞാൻ പോകുമായിരുന്നു, ഇന്ന സ്ഥലത്തേക്ക് ടൂർ പോകുമായിരുന്നു, ഇന്ന രൂപത്തിൽ തിന്മകൾ ചെയ്യാമായിരുന്നു എന്ന് അദ്ദേഹം വിചാരിക്കുകയാണെങ്കിൽ ആ മൂന്നാമത്തെ ആ പ്രവർത്തനം ചെയ്ത വ്യക്തിയുടെയും അതേ ശിക്ഷ ഇദ്ദേഹത്തിനുമുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. രണ്ടും സമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ഹറാമിനെ ആഗ്രഹിക്കരുത്, മറിച്ച് നന്മകൾക്ക് ആഗ്രഹിക്കുവിൻ. സമ്പത്തില്ലാതിരിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ എൻ്റെ അടുക്കൽ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുന്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിക്കും, നിയ്യത്ത് വെക്കുന്ന ഒരു മസ്ജിദ് പണിയുമായിരുന്നു. സഹോദരൻ, അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്ത പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, പഠിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് പല ഭാഗത്തും പ്രയാസപ്പെടുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم دمر أعداءك وأعداء المسلمين رب العالمين. اللهم دمر